നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് യൂട്യൂബിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ആണെന്നുള്ളൂ. എന്തായാലും നമ്മൾ ഏവിയേറ്ററിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. ബിഗിനറായിട്ടുള്ളൊരു പ്ലെയറിന് നമുക്ക് എങ്ങനെ ഒരു പ്രോ ലെവൽ പ്ലെയറിലേക്ക് മാറാം, അത് അത്യാവശ്യം ഏണിങ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീരീസ് ചിലപ്പോൾ കുറച്ച് ലെങ്ത് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ കളിക്കുന്ന പ്ലാറ്റ്ഫോം ഞാനിപ്പോൾ നിലവിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പറയുന്ന പ്രധാനമായിട്ടും നമ്മൾ എടുക്കുന്ന ഏവിയേറ്റർ അല്ലെങ്കിൽ ലക്കി ജെറ്റ് പോലുള്ള 2 ഗെയിംസാണ് നമ്മൾ നോർമലി പ്ലേ ചെയ്യുന്നത്. 2-3 ഗെയിംസ് അതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതിൽ എങ്ങനെയാണ് എമൗണ്ട് നമ്മൾ നിക്ഷേപിക്കുന്നതെന്നും അല്ലെങ്കിൽ എമൗണ്ട് എങ്ങനെയാണെന്നും അതിൻ്റെ ക്വറീസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ യൂട്യൂബിലെ ഈ ചാനലിൽ തന്നെ കിടക്കുന്ന മറ്റ് വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അത് കിടക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യമുള്ള കുറച്ച് ടിപ്സൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആസ് എ നോർമൽ പ്ലെയർ നമ്മുടെ പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഏത് സമയത്ത് നമ്മൾ കളിക്കണം, അങ്ങനെ ഏത് സമയത്താണ് നമുക്ക് എമൗണ്ട് കിട്ടാൻ സാധ്യതയുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് വരിക. അപ്പോൾ ഏത് സമയം എന്നുള്ളത് ആക്ച്വലി ഈ പറയുന്ന ഗെയിംസിൽ അങ്ങനെ കൃത്യമായിട്ടുള്ള സമയമൊന്നുമില്ല. ഇതിൽ നമ്മൾ കളിക്കാൻ ഇറങ്ങുന്ന സമയം മുതലുള്ള ടൈം തന്നെയാണ് നമ്മൾ പരിഗണിച്ചെടുക്കുക. അപ്പോൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഏത് എമൗണ്ട് വെച്ചാലും അത് ഉടനെ ലോസ് ആകുക എന്നുള്ള സാധനമൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കാണാറുണ്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് നേരത്തേക്ക് ഗെയിം സ്റ്റോപ്പ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, ആലോചിക്കുക എവിടെയാണ് പോകുന്നത് എന്നിരുന്നൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഇതൊരു മൈൻഡ് ഗെയിമാണ് ആക്ച്വലി. നമ്മളെ ഇതിനകത്ത് ഒരു ഫ്രസ്ട്രേഷനിലാക്കി അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് പോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ അവർ ചെയ്യുന്ന ഒരു ബേസിക് സ്ട്രാറ്റജി. അതിനെ കവറപ്പ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നമുക്ക് മൈൻഡ് നമ്മൾ നല്ല കൺട്രോളാക്കുക. പിന്നെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന എമൗണ്ടുകളുടെ രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ എന്തായാലും 2 പ്ലേസിങ് ഏരിയ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യുന്നത് ഒരു സെക്ഷനിൽ ഞാൻ 1000 ആണെങ്കിൽ അടുത്തതിൽ ഞാൻ ആ വച്ചിരിക്കുന്ന എമൗണ്ടിൻ്റെ പകുതിയോ അതിൽ താഴേക്കോ ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുക, സെക്കൻഡിൽ പ്ലേസ് ചെയ്യുക. എൻ്റെ ഒരു സ്ട്രാറ്റജി ഇതാണ്, സെക്കൻഡിൽ പ്ലേസ് ചെയ്യുക. ലൈക്ക് 1000 ആണെങ്കിൽ ഇപ്പോൾ 500 അതിൽ താഴെയാണ്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് അടുത്ത റൗണ്ടിൽ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഇത് ഞാൻ പ്ലേസ് ചെയ്തു, എന്നിട്ട് ഞാൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന റൗണ്ട് ഏതാണോ ആ റൗണ്ടിലായിരിക്കും ഞാൻ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് എന്താണെന്നുള്ള ചോദ്യം വരും. റൗണ്ട് നമ്പർ അതായിരിക്കും ഒരു ചോദ്യം വരുന്നത് സ്ഥിരമായിട്ട് വരുന്നില്ല. റൗണ്ട് നമ്പർ എന്താണെന്ന് പറയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന സെക്ഷനാണ് നമ്മുടെ റൗണ്ട് ഹിസ്റ്ററിയാണ് നമ്മൾ ഈ പറയുന്ന ഗ്രാഫ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ബേസിക്കലി പറയുന്ന റൗണ്ട് ഹിസ്റ്ററിനെയാണ് ഞാൻ എപ്പോഴും ഗ്രാഫ് എന്ന നിലയ്ക്ക് പറയുക. അപ്പോൾ ഈ റൗണ്ട് ഹിസ്റ്ററി അഥവാ ഗ്രാഫിൽ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞു പോയ റൗണ്ടിൻ്റെ റിസൾട്ട് ഉണ്ടാവുമല്ലോ, ആ റിസൾട്ടിനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ റൗണ്ട് നമ്പർ എന്നുള്ള സാധനം. ഇവിടെ 4213,800 ഇതാണ് ഈ റൗണ്ടിൻ്റെ നമ്പർ. അതിനോട് ചേർന്ന് സമയം കാണിച്ചിട്ടുണ്ട്, എപ്പോഴാണ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ടൈം അല്ലെങ്കിൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത ടൈം. ഇനി അതിൻ്റെ അകത്ത് ഇവിടെ കുറച്ച് സാധനങ്ങൾ കാണാൻ പറ്റും. സെർവർ സീഡ് എന്ന് പറയുന്നത് നമ്മൾ കണക്റ്റഡ് ആയിരിക്കുന്ന സെർവറിൻ്റെ ഡീറ്റെയിൽ ആയിരിക്കും സെർവർ സീഡിൽ കാണിക്കുക. നമുക്ക് ബേസിക്കലി അങ്ങനെ റൗണ്ടിലേക്ക് കടന്നു പോകാം. ഇതാണ് സെർവർ സീഡ് അഥവാ സെർവർ ജനറേറ്റഡ് ഓൺ അവർ സൈഡ് എന്ന് പറയുന്നത്. ഇത്രയുള്ളൂ. ഈ സോഫ്റ്റ്വെയറിൻ്റെ സൈഡിൽ നിന്ന് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സാധനമാണ്. ക്ലയൻറ്റ് സീഡ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പ്ലേ ചെയ്യുന്ന 3 ക്ലയൻറ്റുകളുടെ സീഡായിരിക്കും, സെർവർ കണക്ടിവിറ്റി ആയിരിക്കും എൻ്റെ അടുത്ത് കാണിക്കുക. ഇത് പ്ലെയർ 1 അയാളുടെ കണക്ടിവിറ്റിയും പ്ലെയർ 2ൻ്റെ കണക്ടിവിറ്റിയും പ്ലെയർ 3ൻ്റെ കണക്ടിവിറ്റിയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഈ 3 പ്ലെയേഴ്സുമാണ് പ്രധാനമായിട്ടും ഈ സെർവറിൽ ലീഡ് ചെയ്യുന്നത്. ഈ പറയുന്ന 3 പേരെ വെച്ചിട്ടായിരിക്കും ഈ സെർവറിൽ കണക്റ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുക. ഈ 3 പേരുടെയും പ്ലസ് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ സെർവർ സീഡ് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരു ഡെസിമൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡെസിമലിൻ്റെ റിസൾട്ടാണ് 2.74. ഇതാണ് ഇതിനകത്തുള്ള ബേസിക് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ സാധനത്തിനെ കോമ്പിനേറ്റഡ് ഹാഷ് എന്നൊക്കെ വിളിക്കും. ഇതിൻ്റെ ഗെയിം റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്ന ഈ കോമ്പിനേറ്റഡ് ഹാഷാണ്. കോമ്പിനേറ്റഡ് ഹാഷ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് സെർവർ സീഡും സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയറും 3 പ്ലെയേഴ്സിൻ്റെ പ്രധാനപ്പെട്ട 3 പ്ലെയേഴ്സിൻ്റെ റിസൾട്ടും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന സിസ്റ്റത്തിൽ ബാക്കിയുള്ള അതർ പ്ലെയേഴ്സിൻ്റെ റിസൾട്ട് ജനറേറ്റ് ചെയ്യുക. അത് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് പ്രോബബിളി ഫെയർ ഇതെങ്ങനെയാണെന്നുള്ളത് സാധനത്തിൻ്റെ ഗ്രാഫിക്കൽ സാധനം തന്നെ
ഈ സിസ്റ്റം തന്നെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റത്തെ സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയർ പ്ലെയർ 1 അഥവാ നമ്മൾ ആദ്യം കണ്ട പ്ലേയേഴ്സ് 1, 2, 3 ഈ 3 പേരുടെയും കൂടി പ്ലസ് നമ്മുടെ സിസ്റ്റത്തിൻ്റെയും കൂടി ചേർന്നിട്ട് ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യും. ഈ റിസൾട്ട് സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയറിൽ ലീഡ് ചെയ്തിട്ടുണ്ടാകും. ആ സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയർ ലീഡ് ചെയ്തിരിക്കുന്ന എന്താണോ അതായിരിക്കും ഇവിടെ റിസൾട്ടായിട്ട് വരിക. ഇതാണ് നോർമലി ഓരോ റൗണ്ടിൻ്റെ റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഇതൊരിക്കലും ഒരു മനുഷ്യരിരുന്ന് ക്രിയേറ്റ് ചെയ്യുന്ന റിസൾട്ടൊന്നുമല്ല, ഇത് സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയറിനാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയറിന് ഹാക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും കേട്ടുള്ള സാധനമായിരിക്കും ഹാക്കിംഗ് സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ഹാക്ക് ചെയ്തിട്ടുള്ള കുറേ മൊബൈൽ ആപ്ലിക്കേഷൻസൊക്കെ കാണിച്ചുകൊണ്ടുള്ള സാധനങ്ങൾ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിൽ ഒരിക്കലും ഇത് ഇവർ തന്നെ പറയുന്നുണ്ട് പ്രോബബ്ലി ഫെയർ ഓർ 100% ഫെയർ ഗെയിം. ഇത് 100% ഫെയർ ഗെയിമാണ്, അല്ലെങ്കിൽ പ്രോബബിളി ഫെയർ 100% ഫെയർ എന്ന രീതിയിൽ തന്നെ എടുത്തോ. ഇത് പറയുന്നുണ്ട് ഇതൊരു ക്രിപ്റ്റോഗ്രാഫിക് ടെക്നോളജിയാണ്. ക്രിപ്റ്റോഗ്രാഫിക് ടെക്നോളജി മീൻസ് നെവർ ബീൻ ബ്രോക്കൺ. ഇതൊരിക്കലും ബ്രോക്ക് ചെയ്യാൻ പറ്റാത്ത ടെക്നോളജിയാണ് എന്നാണ് ഇവർ തന്നെ പറയുന്നത്. ഈ ക്രിപ്റ്റോ കറൻസിയൊക്കെ വർക്ക് ചെയ്യുന്നില്ലേ, അതുപോലെയൊക്കെ തന്നെ ഒരിക്കലും അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മറ്റൊരു ആക്സസ് ഗ്രാൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയറിനെ ഹാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുന്നുണ്ട്, ഹാക്കിംഗ് സിഗ്നൽ ഉണ്ട് എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ ഹാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബ് എനിക്ക് സ്ട്രൈക്ക് വരും. എനിവേ ഹാക്ക് എന്നുള്ളത് ഇസ് എ പാർട്ട് ഓഫ് എഡ്യൂക്കേഷനായിട്ട് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അങ്ങനെ സിഗ്നൽ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ ശുദ്ധമണ്ടത്തരമാണ്. അങ്ങനെ ആര് പറഞ്ഞാലും നിങ്ങൾ 100% അല്ലെങ്കിൽ ഒരു 1000% നിങ്ങൾ വിചാരിച്ചോ അവൻ ഫേക്കാണ്, അല്ലെങ്കിൽ അവർ ഫേക്കാണ്, അവർ പറയുന്നതും നുണയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതാണ് ബിഗിനിങ്ങിൽ നമുക്ക് ഈ പറയുന്ന സിസ്റ്റത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൻ്റെ വർക്കിനെ കുറിച്ചൊക്കെ പറയാം. ഇനി ഇതിൽ എല്ലാ പ്ലാറ്റ്ഫോമും ഒരേപോലെയാണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഞാൻ ഓൾറെഡി ഒരു ചെറിയ ഷോർട്ടായിട്ടൊരു 3 മിനിറ്റിൻ്റെ വീഡിയോയിൽ ചെയ്തിരുന്നു. ഒരിക്കലുമില്ല. അതിൻ്റെ സംഭവം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 2 പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒന്ന് OneWin, മറ്റൊന്ന് മോസ്ബെറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടിലും 2 രീതിയിലാണ് ഓട് പോകുന്നത്, അല്ലെങ്കിൽ 2 രീതിയിലാണ് ഗ്രാഫ് പോകുന്നത്. ഒരിക്കലും നമ്മൾ പറയുന്ന സിഗ്നൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പറയുന്ന ഇൻഫർമേഷൻസ് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും വർക്കൗട്ട് ആവില്ല. അതിൻ്റെ എക്സാക്ട് റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിൽ 1-3 പേജിന് ഇതിപ്പോൾ ഫൺ മോഡാണ്, ഞാൻ ഒറിജിനൽ പ്ലേ ഇല്ല. ഇനിയിപ്പോൾ അല്ലെങ്കിൽ തന്നെയും 2ലും വർക്ക് ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കും. പക്ഷേ നമ്മൾ പറയുന്ന ബേസിക് സ്റ്റാൻഡേർഡുകളൊക്കെ ഒന്ന് തന്നെയാണ്. പറയുന്ന ടൈമിങ്ങോ പറയുന്ന ഇൻഫർമേഷൻസോ ഒക്കെ ഒരേപോലെയാണെങ്കിലും പക്ഷെ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽസ് അല്ലെങ്കിൽ പ്രഡിക്ഷൻസ് രണ്ടും 2 രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരേ പ്ലാറ്റ്ഫോം തന്നെ എന്ത് ചെയ്യേണ്ട, ഒരേ പ്ലാറ്റ്ഫോമിൽ പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പറയുന്ന കാര്യങ്ങൾ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആ കാര്യത്തിലൊരു ക്ലാരിറ്റി ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഇനി ഇതിൻ്റെ അകത്തുള്ള ഗ്രാഫ് നമ്മൾ പറഞ്ഞു. ഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും റൗണ്ട് ഹിസ്റ്ററിയാണ്. നമ്മൾ പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കഴിഞ്ഞു പോയിരിക്കുന്ന റൗണ്ട് ഹിസ്റ്ററിനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന നിലയ്ക്ക് നമ്മൾ പറയും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ആ ഗ്രാഫ് ഹയറിലേക്ക് പോകുന്നു. ദാറ്റ് മീൻസ് ഒരു 33 വരെ പോയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 33 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് മീൻസ് ഒരു ഹയർ ടെൻഡൻസി ഉള്ള ഗ്രാഫ് എന്ന്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ടെക്നിക്കലി നമ്മൾ നമ്മുടെ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ പറയുമ്പോൾ ഹയർ ഗ്രാഫ് അല്ലെങ്കിൽ ലോവർ ഗ്രാഫ് സിഗ്നൽ ഭയങ്കര ലോ ആണെന്നൊക്കെ പറയുന്നതിൻ്റെ ടെക്നിക്കലി ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പിന്നെ നമ്മൾ 1.2x അല്ലെങ്കിൽ നമ്മളിടയ്ക്ക് സിഗ്നൽ കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രഡിക്ഷൻ പറയുന്നത് 2x മുതൽ 4x വരെ അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ആ സമയത്ത് ആ റൗണ്ടിൽ മിനിമം 2x മുതൽ 4x വരെ മിനിമം റേഞ്ച്, ഒരു ഗ്യാരണ്ടീഡ് റേഞ്ചാണ് പറയുക. അല്ലെങ്കിൽ നമ്മൾ 2x എന്ന് പറഞ്ഞാൽ 2x മാത്രം, അല്ലെങ്കിൽ 2x മീൻസ് ആ റേഞ്ചിൽ എന്തായാലും കിട്ടുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുവരെയാണോ പോകുക എന്ന് വെച്ചാൽ അല്ല, അതിന് മുകളിലേക്കും പോകാം. പക്ഷെ നമ്മളൊരു സേഫർ എമൗണ്ട് മാത്രമാണ് അവിടെ പറയുന്നുള്ളൂ. ചില ഗ്രൂപ്പുകളിൽ നമ്മൾ മാറ്റി പറയും ഇത്ര മുകളിലേക്ക് പോകും, അത് കുറച്ചുകൂടെ റിസ്ക് എടുക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. 2 ഗ്രൂപ്പും നമ്മൾ നോക്കുന്നുണ്ട്. ഒന്ന് നോർമലിയുള്ളൊരു ഗ്രൂപ്പും പിന്നെ കുറച്ച് റിസ്ക് എടുത്ത് കളിക്കാൻ തയ്യാറാവുന്നവരുടെ ഗ്രൂപ്പ്. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കളിക്കാൻ വരികയാണെങ്കിൽ നോർമലി നമ്മൾ ഒരിക്കലും ഓൺ ക്യാഷിന് മാത്രം കളിക്കുക, അല്ലാതെ കടമാഞ്ച് മറ്റു കാര്യങ്ങളൊന്നും കളിക്കാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ബേസിക് സാധനങ്ങൾ നമ്മൾ പറഞ്ഞത്. ഇതെങ്ങനെയാണ് ഇതിനെ റൗണ്ട് ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളും പറഞ്ഞു. ഇനി
നമ്മൾ എമൗണ്ട് പ്ലേസ്മെൻറ്റ് പറയാം. ഞാൻ പറഞ്ഞു, ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഒരെണ്ണം 1000 ആണെങ്കിൽ മറ്റേതിൻ്റെ എമൗണ്ട് എപ്പോഴും ഞാൻ വച്ചിരിക്കുന്ന എമൗണ്ടിൻ്റെ പകുതിയോ അതിൽ താഴേക്കോ ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. എന്നിട്ട് എനിക്ക് കംഫർട്ടാകുന്ന റൗണ്ടിൽ ഞാൻ ഈ പറയുന്ന 2 റൗണ്ടിനും വയ്ക്കും. എനിക്ക് കംഫർട്ടാകും എന്ന് തോന്നുന്ന, എനിക്ക് ഈ പറയുന്ന ഹിസ്റ്ററി എല്ലാം നോക്കിയിട്ട് കംഫർട്ടായിട്ട് തോന്നുന്ന റൗണ്ടിലായിരിക്കും ഞാനിത് ഫിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ എന്തായാലും എമൗണ്ട് ഇട്ടിട്ടില്ല, എൻ്റെ 5.70 മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കംഫർട്ടാവുന്ന റൗണ്ടിൽ എന്ത് ചെയ്യാം, എനിക്ക് എത്രയാണോ എനിക്ക് കംഫർട്ടായിട്ട് ഷുവറായിട്ട് എടുക്കാമെന്ന് തോന്നുന്ന എമൗണ്ട് ഞാൻ എന്ത് ചെയ്യും, ക്യാഷ് ഔട്ട് ചെയ്യും. ലൈക്ക് ഇതിപ്പോൾ ഞാൻ 1000 വെച്ചിരിക്കുന്നത് 2 എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എമൗണ്ടിനെ 2 എടുത്തിട്ട് ഇതിൻ്റെ പകുതി എമൗണ്ടിന് ഞാൻ കുറച്ച് റിസ്കിനായിട്ട് വയ്ക്കും. അതായത് ഇവിടെ 1000 വയ്ക്കും, ഇതിൻ്റെ പകുതി വയ്ക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ 1000 2 എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ 2000 ഏൺ ചെയ്തു. അതായത് എൻ്റെ ടോട്ടൽ ഞാൻ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് 1500 രൂപയാണ്. അതിൽ ഞാൻ ഒരെണ്ണം 2 എടുത്തു കഴിയുമ്പോൾ തന്നെ എനിക്ക് ടോട്ടൽ എമൗണ്ട് പ്ലസ് ഒരു 500 രൂപ പ്രോഫിറ്റ് കിട്ടി. ദാറ്റ് മീൻസ് ഇവിടെ 2000 രൂപ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ ആകെ ഞാൻ വെച്ചിരിക്കുന്നത് 1500 ആണ്, 500 രൂപ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇനി സെക്കൻഡ് എമൗണ്ട് എവിടെയാണ് നമ്മൾ ക്യാഷ് ഔട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ അത് ഞാൻ എടുക്കുന്നത് 2 ശേഷമായിരിക്കും. അല്ലെങ്കിൽ വേണമെങ്കിൽ എനിക്ക് 2 തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി റിസ്ക് നോക്കുന്നുണ്ടെങ്കിൽ ഒരു 3 മുതൽ ഒരു 5 വരെയോ അല്ലെങ്കിൽ റൗണ്ടിൻ്റെ കപ്പാസിറ്റി നോക്കിയിട്ട് 10 അതിന് മുകളിലേക്കോ എടുക്കാം. അത് ഡിപ്പെൻസ് ആണ്, നമ്മുടെ സാഹചര്യവും നമ്മുടെ ഗ്രാഫിൻ്റെ അവസ്ഥയും നോക്കിയിട്ടായിരിക്കും നമ്മൾ എടുക്കുക. ഗ്രാഫിൻ്റെ അവസ്ഥ മീൻസ് ഹിസ്റ്ററി നോക്കിയിട്ടായിരിക്കും നമ്മൾ എടുക്കുക. ഈ ഹിസ്റ്ററി എങ്ങനെ നോക്കുക എന്നുള്ളതൊക്കെ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമുക്ക് പുറകെ ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ ആ റൗണ്ട് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ടോട്ടലി ഇപ്പോൾ ഇത് 2 എടുത്തു, 1000 ഞാൻ 2 എടുത്തു 2000. ഇപ്പോൾ 500 ഞാൻ ഒരു 3 എടുത്തു എന്ന് പിടിച്ചാൽ അപ്രോക്സിമേറ്റ്ലി 3. അപ്പോൾ എൻ്റെ കയ്യിൽ 5 × 3 1500 രൂപ ടോട്ടൽ എൻ്റെ കയ്യിൽ. അപ്പോൾ 3500 രൂപയായി. ഇനി ഞാൻ അടുത്ത റൗണ്ട് പ്ലേസ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ ബേസ് എമൗണ്ട് ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് 1000, ഇത് റിസ്ക് എമൗണ്ട് ആണ്. അപ്പോൾ എനിക്ക് 2 എമൗണ്ടാണ് ആക്കുന്നത്. ഇതെപ്പോഴും എനിക്ക് സേഫ് ആക്കേണ്ട എമൗണ്ട്, എൻ്റെ വലിയ എമൗണ്ടിനെ എപ്പോഴും എനിക്ക് സേഫ് ആക്കണം, ചെറിയ എമൗണ്ടിന് ഞാൻ എപ്പോഴും റിസ്കിൽ വച്ച് കളിക്കും. ഓക്കെ, അപ്പോൾ ഇനി സെക്കൻഡ് റൗണ്ടിൽ വേണമെങ്കിൽ ഇതേ രീതി തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഈ പറയുന്ന എൻ്റെ സേഫ് ആക്കേണ്ട എമൗണ്ടിനോടൊപ്പം ഈ 500 നിന്ന് എനിക്ക് കിട്ടിയ ഒരു അഡീഷണൽ പ്രോഫിറ്റ് ഉണ്ടല്ലോ, എക്സ്ട്രാ പ്രോഫിറ്റ്. അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ 500 വെച്ചിട്ട് എനിക്ക് 1500 കിട്ടിയിട്ടുണ്ട്, 500 അവിടുത്തെ എമൗണ്ട്. സോ 1000 എനിക്ക് എക്സ്ട്രാ ഉണ്ട്. ആ 1000 എന്ത് ചെയ്യും, ഞാൻ എൻ്റെ നോർമൽ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതായത് ഇവിടെ ഞാനപ്പോൾ അടുത്തതിൽ വയ്ക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, 2000 പ്ലേസ് ചെയ്യും. ഓക്കെ, വേണമെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ എക്സ്ട്രാ കിട്ടിയ പ്രോഫിറ്റിനെ വേണമെങ്കിൽ ഇവിടെയും പ്ലേസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ഞാനിതിനെ ഈ എമൗണ്ട് എപ്പോഴും എൻ്റെ സേഫർ സോൺ എമൗണ്ടാണ് ഇതിന് ഞാൻ പതിവ് പോലെ 2 അല്ലെങ്കിൽ എൻ്റെ കംഫർട്ട് ഏറ്റവും സേഫായിട്ട് തോന്നുന്ന റേഞ്ചിൽ എവിടെയാണോ അവിടെ എടുക്കും. ഇതിന് ഞാൻ എപ്പോഴും റിസ്കിന് വിടും. വീണ്ടും ഞാൻ ഈ എമൗണ്ടിൻ്റെ എന്ത് ചെയ്യും, റിസ്കിന് വിട്ടിട്ട് എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന എമൗണ്ടിൽ ഞാൻ വിഡ്രോ ചെയ്യും. ഓക്കെ, അതിന് ഇന്ന ലിമിറ്റൊന്നുമില്ല, സേഫർ സോൺ എന്ന് പറയുന്ന സാധനമൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എങ്കിലും എനിക്ക് തോന്നുന്ന ഒരു റേഞ്ച് ഉണ്ടാവുമല്ലോ ഗ്രാഫ് നോക്കിയിട്ട്, മീൻസ് ഹിസ്റ്ററി നോക്കിയിട്ട്. അപ്പോൾ ഇവിടെ എനിക്ക് നിലവിൽ എനിക്കപ്പോൾ അടുത്ത റൗണ്ട് ആകുമ്പോൾ 4000 എനിക്ക് റിട്ടേൺ കിട്ടുക. ഇവിടെ ഞാൻ വീണ്ടും സെയിം എമൗണ്ട് 500 തന്നെ വെച്ചിട്ട് 3 എടുക്കുന്നെങ്കിൽ 1500. ടോട്ടൽ ഈ റൗണ്ടിൽ നിന്ന് എനിക്ക് കിട്ടിയത് 4 + 1 5,500. ടോട്ടൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 2500. ഈ റൗണ്ടിലെ റിട്ടേൺ എനിക്ക് 2500. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ പ്ലേസ് ചെയ്തു പോകുന്ന ഒരു രീതി. അല്ലെങ്കിൽ ഓരോ റൗണ്ടിലും എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിനെ ഞാൻ എന്ത് ചെയ്യും, ഡബിൾ ചെയ്തെടുക്കും. ഇപ്പോൾ ഇവിടെ 1000 വെച്ചു, എനിക്ക് 2000 കിട്ടി. അടുത്ത റൗണ്ടിൽ ഞാൻ 2000 വയ്ക്കുന്നു. ഇവിടെ ഞാൻ 500 വെച്ചു, എന്നിട്ട് അതെനിക്ക് ഞാൻ 2 തന്നെയാണ് എടുക്കുന്നതെങ്കിൽ 2 എടുക്കുന്നതെങ്കിൽ ഇവിടെ ഞാൻ 1000 ഫിക്സ് ചെയ്യും. അങ്ങനെ ഞാൻ ഡബിൾ ചെയ്തും പോകാറുണ്ട്. അങ്ങനെ ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഓട്ടോ ക്യാഷ് ഔട്ട് എന്നുള്ള സാധനമുണ്ട്. ഓട്ടോ ക്യാഷ് ഔട്ട് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ ക്യാഷ് ഔട്ട് എന്നുള്ള സാധനം എടുക്കുക. ഇവിടെ നമുക്ക് 2 ഓട്ടോ ക്യാഷ് ചെയ്യേണ്ടെങ്കിൽ 2 ഫിക്സ് ചെയ്തിട്ട് അങ്ങ് എമൗണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവിടെ നിന്ന് 2 ആകുമ്പോൾ ക്യാഷ് ഔട്ട് ആയിക്കോളും. ഇതുപോലെ തന്നെ എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് ഓട്ടോ ക്യാഷ് ഔട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക്സ് രീതി ഞാൻ ചെയ്യുന്നത്. എമൗണ്ട് പ്ലേസ് ചെയ്യുന്ന രീതികളും മറ്റു കാര്യങ്ങളും അങ്ങനെയാണ്. ഇതൊരു ബേസിക് ബിഗിനർ ആയിട്ടുള്ള ഒരാൾ എങ്ങനെ ഗെയിമിലേക്ക് വരുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത
സെഷനിൽ അല്ലെങ്കിൽ അടുത്ത സീരീസിൽ നമുക്ക് ഈ റൗണ്ട് ഹിസ്റ്ററി എങ്ങനെ മാച്ച് ചെയ്യാം, ഈ പറയുന്ന ഗ്രാഫിനെ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത സെഷനിൽ പറയും. അപ്പോൾ പുതിയ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കാം. ബൈ.